16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു വീടാണിത്. അത് അവർ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആക്കിയിട്ടുണ്ട്. ഒരു അടിപൊളി റിസോർട്ട് റെസ്റ്റോറൻ്റ് ആണിത്. ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് കാണിക്കാം. ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് അവർക്കിടെ ഒരു സുവനീർ ഷോപ്പാണിത്. ഈ റെസ്റ്റോറൻറ്റ് ഡൈനിങ് ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അതിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എൻട്രൻസ് ഇതാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ കണ്ട് ഇവിടെ കുറേ ഇവിടുത്തെ പരമ്പരാഗതമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സാധനങ്ങൾ അവരവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇവിടുത്തെ ഹീറ്റിംഗ് സിസ്റ്റം. വിറകൊക്കെ ഇട്ടിട്ട് അവർ വിറക് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരെ താഴെ. നല്ല ഹീറ്റിംഗ് കിട്ടും കേട്ടോ. ഇത് പരമ്പരാഗതമായിട്ട് ഹീറ്റ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ തൊട്ട് മേലായിട്ടൊരു സ്റ്റേജ് പോലെയുണ്ട്. അവിടെയാണ് ലൈവ് മ്യൂസിക് പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട് നൈറ്റിലൊക്കെ. അപ്പോൾ ആ സ്റ്റേജിൽ പരിപാടി എടുക്കുമ്പോൾ ഇവിടെ താഴെ ഇരിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റെ മേളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് കുറച്ച് ചെയറിങ് ഒക്കെ മേളിലിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കും ആ ലൈവ് മ്യൂസിക് ആസ്വദിക്കാം. പഴയകാല ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേലെയായിട്ട് ഗ്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ ഒരു ചെറിയ ബെല്ലുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം പുരാതനമായുള്ള സാധനങ്ങൾ. ഇവിടെ വെച്ചിരിക്കുന്ന കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്. അതും അങ്ങനത്തെ തന്നെ. ലൈറ്റും ഒരു ലൈറ്റ് ആയിട്ടാണ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇരുട്ട് പോലെ ഫീൽ ചെയ്യും. പക്ഷെ നല്ല രസമാണ് ഇതിനകത്ത് മൊത്തം കാണാനായിട്ട്. ഇവിടെ വൈനെല്ലാം വെച്ചിരിക്കുന്ന ടേബിൾ കണ്ടോ? ആ ടേബിളും നല്ല അടിപൊളിയായിട്ട് മരം കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു. 2 ഫ്ലോറിലായിട്ട് അതിൻ്റെ റെസ്റ്റോറൻറ്റ്. വുഡൻ ചെയറും വുഡൻ ഡെസ്കൊക്കെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഭിത്തികളെല്ലാം കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഇൻഡോർ അല്ലാതെ ഔട്ട്ഡോറും ഒരു ഡൈനിങ് ഉണ്ട്. ഇത് കണ്ടോ, അവിടെ ഇത്തരത്തിലുള്ള മഴ വന്നാലും പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള ചെയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈനിടുന്ന കുറേ ബാരലുകൾ വെച്ചിട്ടുണ്ട്. അൽബേനിയയിലൊരു കിണറാട്ടോ ഇത്. ഇതിന്നിപ്പോൾ വെള്ളമൊന്നും എടുക്കുന്നില്ല. വെള്ളം എടുക്കുന്നുണ്ട്, മോട്ടറുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴയ കപ്പിയും കയറും പോലത്തെ ഒരു സംഭവം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റിസോർട്ടിൻ്റെ സെൻറ്ററിലുള്ള ഒരു മുറ്റത്താണ്. 4 കെട്ടിനൊക്കെ നടുക്കൊരു മുറ്റോടുള്ള അതുപോലെ. നമ്മൾ താമസിക്കുന്നത് ഈ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഇതേപോലത്തെ ഒരു ഡൈനിങ് ഏരിയ. ഇതിൻ്റെ അവിടെ കുറേ ടാർപ്പായ പോലെ ഉണ്ട്. അത് നമുക്ക് ആ റോപ്പിലൂടെ അങ്ങോട്ട് നീക്കാൻ പറ്റും. ഇതാണ് ഈ റിസോർട്ടിൻ്റെ കോറിഡോറുകൾ. ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും പലകകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കോറിഡോറുകൾ. ഒരു റേഡിയോ വെച്ചിട്ടുണ്ട്, ഒരു പെട്ടി. ഓരോ റൂമിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. ഇതും ആ ഹോട്ടലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങാണ് ഇതും. ഇപ്പോഴത്തെ കാലത്ത് ഈ റിസോർട്ടൊക്കെ പലരും പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രഡീഷണലായിട്ട്, മോഡേണായിട്ട്, അങ്ങനെ ഒരു ട്രഡീഷണൽ വേയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കുകൾ തരിക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.